ഫ്രണ്ട്സ്, വെൽക്കം ടു ബിടെക് സിംപ്ലിഫൈഡ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ S4 മാത്സ് ആണ് എടുക്കാൻ പോകുന്നത്. കോഴ്സ് കോഡ് GB MAT401 ആണ് നമ്മുടെ കോഴ്സ് കോഡായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ GB MAT401 ആണ് നമ്മുടെ കോഴ്സ് കോഡ്. നമ്മൾ S3 മാത്സ് ചെയ്ത പോലെ തന്നെ 60 മാർക്സ് സെമസ്റ്റർ എക്സാം, 40 മാർക്സ് ഇൻറ്റേർണൽ. നമ്മൾ ഇതിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഏരിയ ആണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സുമാണ് നമ്മൾ S4 മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള ഐഡിയാസാണ് നമ്മൾ S4 മാത്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് 2 ടെക്സ്റ്റ് ബുക്കുകളാണ് പറയുന്നത്. ഈ 2 ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇതൊക്കെ PDF ആയിട്ട് നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ബുക്സ് നോക്കി പഠിക്കുന്നവർ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കാൻ പോകുന്നത് റാൻഡം വേരിയബിൾസിനെ കുറിച്ചും അതേപോലെ ഡിഫറെൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സിലബസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി മീൻസ് നമ്മൾ പ്രോബബിലിറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് പറയണം? നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് പറയണം, അല്ലേ? റാൻഡം എക്സ്പെരിമെൻറ്റ് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും. +1 നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നാണ് പ്രോബിലിറ്റി തുടങ്ങുന്നത്. പിന്നെ +1 +2 നമ്മൾ പ്രോബിലിറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റും. കറക്റ്റ് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചാൻസ് ഓഫ് ഒക്കറൻസ് മാത്രമേ പറയാൻ പറ്റൂ. അതേപോലെ ഇൻഫിനിറ്റ്, അതായത് എത്ര ടൈമും ആ എക്സ്പെരിമെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഔട്ട്കം cannot be സെറ്റ് ബിഫോർ. അതായത് മുമ്പേ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചാൻസ് ഓഫ് ഒക്കറൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? ചാൻസ് ഓഫ് ഒക്കറൻസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ ഈ ഐഡിയാസൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതൊന്നും നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് പിന്നെ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് എന്താ? പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ്, അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഇവൻറ്റ് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പറയണം? സാമ്പിൾ സ്പേസ് എന്താണെന്ന് പറയണം. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. സാമ്പിൾ സ്പേസ് എന്താ? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മളിത് റാൻഡം എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യാണ്. അത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കംസിൻ്റെ സെറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഇവൻ്റ് ഉണ്ട്. ഇവൻ്റ് എന്താ? ഇവൻ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡിയാസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഇത് നമുക്ക് P of E എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലേ? ദാറ്റ് ഈസ് N of E by N of S. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് E by നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇതിനെ എന്തുണ്ട്? കണ്ടീഷൻസ് ഉണ്ട്. പ്രോബബിലിറ്റിന് എന്താ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of E ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. പിന്നെന്താ? പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് A പ്ലസ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ ഐഡിയാസൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ +1 പഠിക്കുന്ന +1 +2 പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ റാൻഡം വേരിയബിൾ എന്താണെന്ന് നോക്കാം. സോ ശ്രദ്ധിക്കുക, റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്കൊരു സാമ്പിൾ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കൊരു സാമ്പിൾ സ്പേസ് ഉണ്ട്. ദിസ് ഈസ് ബി അവർ സാമ്പിൾ സ്പേസ്. ഇതാണ് നമ്മുടെ S. അപ്പോൾ ഇതിൽ പല ഔട്ട്കംസ് ഉണ്ട്, അല്ലേ? പല സെറ്റ് ഓഫ് ഔട്ട്കംസ് ഉണ്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിന്. അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ഓരോ ഔട്ട്കമ്മിനെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ റിയൽ നമ്പേഴ്സുമായിട്ട് എന്ത് ചെയ്യുക? മാപ്പ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കണം, ഇതിലെ ഓരോ ഔട്ട്കംസിനെ ഇത് നമ്മുടെ ലൈനാണെന്ന് വിചാരിക്കുക, റിയൽ ലൈനാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇതിലെ ഓരോ ഔട്ട്കംസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഇവിടെ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്, അങ്ങനെ പോവാണല്ലേ? ഇൻഫിനിറ്റി വരെ പോവാണ്. അപ്പോൾ ഇതിൽ ഓരോ ഔട്ട്കംസിനെ നമ്മൾ ഇതിൽ ഓരോ നമ്പേഴ്സുമായിട്ട് എന്ത് ചെയ്യാണ്? മാപ്പ് ചെയ്യാണ്. അതാണ് എന്ത്? റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ. റാൻഡം വേരിയബിളിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ RV എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, RV. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റാൻഡം വേരിയബിളിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ RV എന്ന് പറയും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ
ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് റാൻഡം വേരിയബിൾസിനെ ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ഡിനോട്ടഡ് യൂസിങ് ക്യാപിറ്റൽ വേരിയബിൾ. സോറി, ക്യാപിറ്റൽ വേരിയബിൾ അല്ല, ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, സാധാരണ നമ്മൾ ക്യാപിറ്റൽ എക്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നമുക്ക് എങ്ങനെ പറയാം? റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ എഫ് ദറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം സാമ്പിൾ സ്പേസ് ടു റിയൽ നമ്പർ. ഈ ഒരു ഐഡിയ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഓരോ ഔട്ട്കമ്മിനെ നമ്മൾ എന്ത് ചെയ്യുക? റിയൽ നമ്പേഴ്സ് ആയിട്ട് മാപ്പ് ചെയ്യാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡെഫിനേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾ വായിച്ച് നോക്കാം. സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കംസിനെ നമ്മൾ ഒരു റിയൽ നമ്പറായിട്ട് മാപ്പ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണെന്നുള്ളത്, അതായത് റാൻഡം വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണ്, ഒരു ഡൈ ത്രോ ചെയ്യാണ് അല്ലേ? നമ്മൾ പ്ലസ് വണ്ണൊക്കെ പഠിച്ചാണ്. ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്യണം. അപ്പോൾ സാമ്പിൾ സ്പേസ് എസ് ഇതാ വരിക അല്ലേ? അതായത് നമുക്ക് എച്ച് ടി ആണ്, എച്ച് ടി. അപ്പോൾ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുമല്ലോ സാമ്പിൾ സ്പേസ് 2 വട്ടം. അതായത് എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? എ ക്രോസ് ബി എന്നുള്ളൊരു ഐഡിയ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് എന്താ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഞാനിവിടെ ഒരു റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻ ചെയ്യാണ്. എക്സ് എന്താ? നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ എത്ര ഹെഡ് വരാം? ഒരു ഹെഡും വരാതിരിക്കാം എന്ന് പറഞ്ഞാൽ രണ്ടും ഡെയിലി അല്ലേ? 0 ഹെഡ് വരാം, 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം. ഇതാണല്ലോ എക്സ് ആണല്ലോ നമ്മളെ റാൻഡം വേരിയബിൾ. അപ്പോൾ ഇതിന് ഈ എച്ച് എച്ച് എന്നുള്ള ഔട്ട്കമ്മിനെ നമുക്ക് ഏത് റിയൽ നമ്പർ വെച്ച് ഡിനോട്ട് ചെയ്യാം? നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ആണ് എന്ത്? നമ്മുടെ റാൻഡം വേരിയബിൾ. അപ്പോൾ ഇതിന് 2 എന്നുള്ള നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇവിടെ എത്ര ഹെഡ് ഉണ്ട്? 1, ഇവിടെയും 1, ഇതിൽ 0. അപ്പോൾ ഓരോ ഔട്ട്കമ്മിനെ ഓരോ റിയൽ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്തു. ഇതാണ് എന്ത്? റാൻഡം വേരിയബിളിൻ്റെ കോൺസെപ്റ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അതവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്താ? സാമ്പിൾ സ്പേസിൻ്റെ, അതായത് റാൻഡം വേരിയബിളിൻ്റെ ഡൊമൈൻ എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഔട്ട്കമ്മിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാപ്പ് ചെയ്യുന്നത് നമ്പറായിട്ട്. അപ്പോൾ ഡൊമൈൻ വിൽ ബി ദി സാമ്പിൾ സ്പേസ് ആൻഡ് റേഞ്ച് എന്തായിരിക്കും? 0, 1, 2 എന്നുള്ള നമ്പേഴ്സ് ആയിട്ടുള്ള നമ്മൾ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ 0, 1, 2 ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾ ഉണ്ട്. റാൻഡം വേരിയബിൾ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വല്ലാതെ നോക്കണ്ട. റാൻഡം വേരിയബിൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. പിന്നെ എന്തുണ്ട്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും അതേപോലെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഓരോ ഔട്ട്കമ്മിനെ നമ്മൾ ഒരു സിംഗിൾ നമ്പർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിലുള്ള ഓരോ ഔട്ട്കമ്മിനെ 0, 1, 2 അല്ലേ? അങ്ങനത്തെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് വെച്ചല്ലേ നമ്മൾ ഒരു സിംഗിൾ നമ്പർ വെച്ചല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിലുള്ള റാൻഡം വേരിയബിൾ എന്താണെന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രീറ്റ് ആണെന്ന് പറയും. ഇനി കണ്ടിന്യൂസ് ആണെന്ന് ഉദ്ദേശിച്ചാൽ എന്താ? നമ്മളൊരു റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഓരോ ഔട്ട്കമ്മിനെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അങ്ങനെ ഒരു റേഞ്ച് ഓഫ് വാല്യൂസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനത്തെ കേസിലാണ് എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്? റാൻഡം വേരിയബിൾ വിച്ച് ടേക്സ് അറ്റ് മോസ്റ്റ് എ കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റാൻഡം വേരിയബിൾ എന്നുള്ളത് സാമ്പിൾ സ്പേസ് എന്ന റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. റേഞ്ച് എന്തായിരിക്കും? നമ്മുടെ മാപ്പ് ചെയ്യുന്ന നമ്പേഴ്സിനെ ആയിരിക്കും നമ്മുടെ എന്ത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാളെ പറ്റി അറിയണം. അപ്പോൾ ഞാനിവിടെ പറയാണ്, നമ്മളൊരു ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യണം. നമ്മുടെ എക്സ്പെരിമെൻറ്റ് എന്താ? ടോസിങ് എ കോയിൻ 2 ടൈംസ്. ഈ എക്സാമ്പിളാണ് നമ്മൾ അധികം എടുക്കാൻ പോകുന്നത്. ടോസിങ് എ കോയിൻ 2 ടൈംസ്. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്താടാ? സാമ്പിൾ സ്പേസ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് എച്ച് വരും അല്ലേ? എച്ച് ടി വരും, അതേപോലെ ടി എച്ച് വരും, ടി ടി വരും. ഇതെല്ലാം നമ്മുടെ പോസിബിൾ ഔട്ട്കംസ്. ഇനി ഞാനിവിടെ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. റാൻഡം വേരിയബിൾ എന്താ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്പർ ഓഫ് ഹെഡ് ആയിക്കോട്ടെ. നമ്പർ ഓഫ് ഹെഡ് ആണ് എന്ത്? നമ്മുടെ റാൻഡം വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ വരക്കാൻ പോവാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ ഞാനൊരു ടേബിൾ വരക്കാൻ പോവാണ്. ഇവിടെ ഞാൻ റാൻഡം വേരിയബിൾസിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂസ്, അത് റാൻഡം വേരിയബിൾ എന്താ? നമ്മുടെ എക്സ് അല്ലേ? ഇപ്പോൾ അവിടെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. ഇവിടെ എന്തുണ്ട്?
പി ഓഫ് എക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ 0, 1, 2 ആണ് എന്ത് നമ്മുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ്. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹെഡും വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി അത് എത്ര വരിക, ഒരു ഹെഡും വരാത്തത് അത് ഈ കേസ് മാത്രമല്ലേ 1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് എത്രയാണ് 4, 1/4 ആയിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി. അത് നേരെ 0ൻ്റെ താഴെ ആക്കിയിട്ട് നമ്മൾ എഴുതാം 1/4. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, ഒരു ഹെഡ് വരാനുള്ള ചാൻസ് എത്രയാണ്, ഇതുണ്ട് ഇതുണ്ട് അല്ലേ, 2/4 എന്ന് വരും, വിച്ച് ഈസ് 1/2. ഇനി എന്തുണ്ട്, 2 ഹെഡ് വരാനുള്ള ചാൻസ്, അത് ഇത് മാത്രമല്ലേ ഉള്ളൂ 1/4. അപ്പോൾ ഈ ടേബിളിനെ നമ്മൾ എന്ത് പറയും, ഈ ടേബിളിനെ നമ്മൾ ജനറലി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാം. ഓക്കെ, പക്ഷേ ഈ കേസിൽ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അല്ലേ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് നമ്മൾ എന്ത് പറയും, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബബിലിറ്റി, നിങ്ങൾ ഈ സിഗ്മ പി ഓഫ് എക്സ് എടുത്തേ, ഇപ്പോൾ സം ഓഫ് പ്രോബബിലിറ്റീസ് എന്താ കിട്ടുക, 1/4 പ്ലസ് 1/2 പ്ലസ് 1/4 അല്ലടാ, അപ്പോൾ അത് നിട്ടു 1 നിൽക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, ഒരു പി എം എഫിൻ്റെ സം ഓഫ് പ്രോബബിലിറ്റീസ് എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഓർമ്മിക്കുക, സം ഓഫ് പ്രോബബിലിറ്റീസ് എപ്പോഴും 1 ആയിരിക്കും. അതേപോലെ ഓരോ ഇൻഡിവിജ്വൽ റാൻഡം വേരിയബിളിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂസ് ഇല്ല, അതിൻ്റെ പ്രോബബിലിറ്റീസ് ഒക്കെ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതും നിങ്ങൾ പി ഓഫ് എക്സ് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് പി എം എഫിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അതവിടെ പറയുന്നത്, ഇഫ് എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ വിത്ത് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് x1 x2 എക്സെട്ര xn ആണ് വാല്യൂസ് എങ്കിൽ പി ഓഫ് എക്സ്, അതായത് പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സം സ്മോൾ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ റാൻഡം വേരിയബിളിന് ഈ വാല്യൂ ഇടുമ്പോഴുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പി എം എഫ് എന്ന് പറയുന്നത്. അതൊരു ടേബിളായിട്ട് ആണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക. ഈസ് കോൾഡ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഫോർ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. ഈ കണ്ടീഷൻസ് ഇത് നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കണ്ടീഷൻസ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സിഗ്മ പി ഓഫ് എക്സ് എന്തായിരിക്കും 1 ആയിരിക്കും, ഇൻഡിവിജ്വൽ എലമെൻസിൻ്റെ പ്രോബബിലിറ്റി ഒക്കെ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമുക്ക് പറയാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് +2 ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്ഷെ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അവിടെ ആദ്യം എന്താ കെ ഡിറ്റർമിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 അല്ലടാ, അപ്പോൾ അത് അപ്ലൈ ചെയ്യണം. സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1, അതായത് ഇവിടെ 3k വന്നു, 5k, 8k. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് ആഡ് ചെയ്തോ, ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 8k പ്ലസ് കെ സ്ക്വയർ പ്ലസ് 2k സ്ക്വയർ പ്ലസ് 7k സ്ക്വയർ പ്ലസ് കെ ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, 10k സ്ക്വയർ വന്നു, 10k സ്ക്വയർ പ്ലസ് 9k ഈക്വൽ ടു 1. അപ്പോൾ 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് നോക്കാം എന്താണ്, 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10ഉം ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ആഡ് ചെയ്യുമ്പോൾ 5ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കണം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10ഉം ആഡ് ചെയ്യുമ്പോൾ 9ഉം, അപ്പോൾ 1ഉം 10ഉം ആയിരിക്കുമല്ലോ അല്ലേ. 10 -1 അല്ലേ, 10 - 1 എന്താണ് 9 ആണ്, 10 × -1 -9. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, ശ്രദ്ധിച്ചോളാം. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, 10k സ്ക്വയർ പ്ലസ് 10k മൈനസ് k മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ. സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ. 10k കോമൺ ആക്കുക, അപ്പോൾ ഇവിടെ എന്ത് വരും, k + 1 വരും, മൈനസ് ഓഫ് k + 1 ഈക്വൽ ടു 0. അപ്പോൾ k + 1 ഇൻറ്റു 10k മൈനസ് 1 ഈക്വൽ ടു 0. k ഈക്വൽ ടു -1 നമുക്ക് റിജക്റ്റ് ചെയ്യണം അല്ലേ, കാരണം എന്തായിരിക്കും ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസ് ഒക്കെ നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മൾ k -1 നോക്കൂല, k ഈക്വൽ ടു 1/10 ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. കെൻ്റെ വാല്യൂ കിട്ടിയല്ലോ, കെൻ്റെ വാല്യൂ എന്താ 1/10. ഇനി നിങ്ങളിത് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം എന്താ പറഞ്ഞത്, പി ഓഫ് എക്സ്, രണ്ടാമത് പറഞ്ഞത് എന്താ, പി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രോബബിലിറ്റീസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം,
എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇല്ലടാ. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ കേക്ക് ഇപ്പം തന്നെ വാല്യൂ കൊടുക്കണമെന്നില്ല. 0ൻ്റെ 1ൻ്റെ 2ൻ്റെ അപ്പോൾ എത്ര വരിക? അത് 3K അല്ലേ വരിക ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ 3 ഇൻറ്റു കെ എത്രയാണ്? 1/10. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 3/10 എന്ന് വരും. ഓക്കെ. ഇനി നിങ്ങളിങ്ങനെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 6 എക്സ് ഗ്രേറ്റർ ദാൻ 6 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഇത് മാത്രമാണ്. ഇവിടെ കേക്ക് എന്ത് കൊടുക്കാം? കേക്ക് 1/10 കൊടുത്താൽ അത് കിട്ടും. പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ 1ഉം 2ഉം വരുന്ന മാത്രം നിങ്ങൾ ആഡ് ചെയ്യാം. അതായത് അതിൻ്റെ ആൻസറും 3K ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഈ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവം എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? CDFനെ പറ്റി പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നമ്മൾ PMF പഠിച്ചു. ഇനി പഠിക്കുന്നതാണ് എന്ത്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വെച്ചിട്ടാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, നമ്മൾ ഈ പ്രോബബിലിറ്റി എന്ത് ചെയ്യുക? നേരത്തെ എക്സ് ഈക്വൽ ടു എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു സ്മോൾ എക്സ്, അതായത് ഒരു നമ്പർ വരെയുള്ള പ്രോബബിലിറ്റീസ് എന്ത് ചെയ്യാണ്? റാൻഡം വേരിയബിളിന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ വരെയുള്ള പ്രോബബിലിറ്റീസ് എന്താണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, അതായത് ടോസിങ് എ കോയിൻ. അപ്പോൾ ടോസിങ് എ കോയിൻ 2 ടൈംസ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്തായിരുന്നു? HH, HT, TH, TT ആയിരുന്നു എന്ത്? നമ്മുടെ സാമ്പിൾ സ്പേസ്. നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത റാൻഡം വേരിയബിൾ എന്തായിരുന്നു? നമ്പർ ഓഫ് ഹെഡ്സ് ആയിരുന്നു. എക്സും പി ഓഫ് എക്സും വെച്ച് നമ്മളൊരു ടേബിൾ വരച്ചായിരുന്നു അല്ലേ? റാൻഡം വേരിയബിൾസിന് 0, 1, 2. അപ്പോൾ 0 ഹെഡ് വരുന്ന ഒറ്റ കേസേ ഉള്ളൂ, അത് 1/4. ഒരു ഹെഡ് വരുന്ന കേസുകൾ അത് 1/2. 2 ഹെഡ് വരുന്ന ഒറ്റ കേസ്, ദാറ്റ് ഈസ് 1/4. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്ത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെ PMF. അപ്പോൾ ഇതിനെ CDF ആക്കി മാറ്റാന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യാം? അതായത് നമ്മൾ എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ശ്രദ്ധിച്ചാൽ അവിടെ മനസ്സിലാവും, എഫ് ഓഫ് സ്മോൾ എക്സ് ഈസ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്താ? ഇവിടെ റാൻഡം വേരിയബിൾ ആണ്. സ്മോൾ എക്സ് എന്താ? റാൻഡം വേരിയബിളിന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വാല്യൂസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ അത് സിംപ്ലി എന്താ? 1/4 തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾ എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ എക്സ് ഈക്വൽ ടു 0യും കാൽക്കുലേറ്റ് ചെയ്യണം, പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ 0ൻ്റെ പ്രോബബിലിറ്റിയും 1ന് റെസ്പോണ്ടിങ് പ്രോബബിലിറ്റി രണ്ടും ആഡ് ചെയ്യാം. 1/4ഉം 1/2 ആഡ് ചെയ്താൽ എത്രയാടാ? 1/4ഉം 1/2 ആഡ് ചെയ്താൽ 3/4 എന്നല്ലേ വരിക അല്ല? ഇപ്പോൾ എഫ് ഓഫ് 1 കിട്ടി. ഇനി എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളിത് 3 ആഡ് ചെയ്യണം ഇല്ലേ? അപ്പോൾ അതാണ് ഈ CDFൻ്റെ കോൺസെപ്റ്റ്. എന്നിട്ട് നമ്മൾ ഒരു ടേബിൾ നമ്മളിവിടെ വരക്കും. അതിൻ്റെ ഐഡിയ കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഒരു ടേബിൾ വരക്കും, അതായത് CDFന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? CDFന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ വരക്കുമ്പോൾ എക്സ് പി ഓഫ് എക്സ് എന്നല്ല, എക്സും എഫ് ഓഫ് എക്സും വെച്ചിട്ട് നമ്മൾ ടേബിൾ വരക്കും. എക്സും എഫ് ഓഫ് എക്സും വെച്ചിട്ട് നമ്മൾ ഒരു ടേബിൾ വരക്കും. 0, 1, 2 അല്ലേ? ഇവിടെ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1/4 ആണ്. എഫ് ഓഫ് 1 3/4 ആണ്. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ ഈ 3 പ്രോബിലിറ്റീസും ആഡ് ചെയ്യണം. അപ്പോൾ അത് 1 അല്ലടാ. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത്? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള CDF. അപ്പോൾ CDFൻ്റെ ഐഡിയയും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് നോക്കാം അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. The random variable x has a probability distribution p of x of the following form where k is some number. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ റാൻഡം വേരിയബിൾ എന്താണ്? x ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ടേബിളാക്കി മാറ്റാം. ഇതിൽ ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുക എന്താണ്? ടേബിളാക്കി ചെയ്യുമ്പോഴാണ് സിമ്പിളായി ചെയ്യാൻ പറ്റുക. എക്സും ഉണ്ട്, പി ഓഫ് എക്സും ഉണ്ട്. റാൻഡം വേരിയബിൾസിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2 ആണ്. ഓക്കെ, 0, 1, 2. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ പി ഓഫ് എക്സ് എന്താ? കെ എന്നാണ് പറയുന്നത്. എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ 2K, എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ 3K. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെന്ത് അപ്ലൈ ചെയ്യുക? സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 അല്ലടാ. അപ്പോൾ അപ്ലൈ 3Kയും 3Kയും. അപ്പോൾ 6K ഈക്വൽ ടു 1, K ഈക്വൽ ടു 1/6 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ കെൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ പറയുന്നത്? പി ഓഫ് എക്സ് ലെസ് ദാൻ 2. അപ്പോൾ പി ഓഫ്
എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെ എടുക്കണം? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കണം, പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എടുക്കണ്ടേ? അപ്പം നമുക്ക് എന്താ കിട്ടുക? 3k എന്നല്ലേ കിട്ടുക? 3k അല്ലെങ്കിൽ 3/6 1/2 എന്ന് കിട്ടും. പിന്നെ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അപ്പോൾ 2 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എന്താ കിട്ടുക? 6k എന്ന് കിട്ടും. 6k, k എന്താണ്? 1/6. അപ്പോൾ അതിന് ആൻസർ 1. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ഇപ്പോൾ ഇതിൻ്റെ ഇപ്പറുള്ള ഏത് വാല്യൂസ് വന്നാലും നമ്മൾ എക്സ് ഈക്വൽ ടു 2 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ൻ്റെ അപ്പറുള്ള ഏത് റാൻഡം വേരിയബിൾ ആണെങ്കിലും നമ്മൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? അതിൻ്റെ ആൻസർ 3k ആണ്. 3k എന്ന് പറഞ്ഞാൽ എന്താ? 3 × 1/6, ദാറ്റ് ഈസ് 1/2. ഇനി നമ്മൾ കെ ടിയുടെ ഒരു പി വൈക്യു ആണ് നോക്കാൻ പോകുന്നത്. given that f of x equal to k/2 raised to x is a probability distribution for random variable x that can take values 0, 1, 2, 3, 4. ആദ്യം നമ്മളോട് പറഞ്ഞ എന്താ? k കണ്ടുപിടിക്കാൻ. അപ്പോൾ റാൻഡം വേരിയബിൾ ടേക്ക് ചെയ്യുന്ന വാല്യൂസ് തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? അത് നമുക്ക് ഈ ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ എന്ത് ചെയ്യാം? എക്സും പി ഓഫ് എക്സും വെച്ചൊരു ടേബിൾ ഉണ്ടാക്കാം അല്ലേ? എക്സും പി ഓഫ് എക്സും വെച്ച് നമ്മൾ ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇതെന്താണ്? ഇത് എക്സ്, ഇതെന്താണ്? പി ഓഫ് എക്സ് അല്ലേ? അപ്പോൾ റാൻഡം വേരിയബിൾ ടേക്ക് ചെയ്യുന്ന വാല്യൂസ് എന്താണ്? 0, 1, 2, 3, 4 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി k/2 raised to x ആണ്. അപ്പോൾ അവിടെ എക്സ് 0 ആകുമ്പോൾ ഇതെന്തായിരിക്കും? k ആയിരിക്കും. 1 ആകുമ്പോൾ അത് k/2 ആവും അല്ലേ? 2 ആകുമ്പോൾ എന്താ? k/xന് വാല്യൂ കൊടുക്കുക. അപ്പോൾ k/2², k/4 വരും, പിന്നെ k/8 വരും, പിന്നെ k/16 വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എന്താണ്? സിഗ്മ പി ഓഫ് എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേടാ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? k പ്ലസ് k/2 പ്ലസ് k/4 പ്ലസ് k/8 പ്ലസ് k/16 ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ ഇത് നമ്മൾ k കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു ജി പി ആണ്, ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. k കോമൺ ആക്കി എന്ത് കിട്ടും? 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്രാ പ്ലസ് 1/16 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അതായത് AR പ്ലസ് AR² എക്സെട്രാ പ്ലസ് AR റൈസ് ടു n വരെയാണെങ്കിൽ അതിൻ്റെ ഇവിടെ r എന്താണ്? ഗ്രേറ്റർ ദാൻ അല്ല, r ലെസ് ദാൻ 1 ആണ് അല്ലേ? 1/2 വെച്ചാണല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. r നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയും. അപ്പോൾ ഇവിടെ എസ് എൻ എന്താ വരിക? a ഇൻറ്റു 1 - r റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 - r എന്നല്ലേ വരിക? ഇതാണ് എന്ത്? സമ്മിൻ്റെ ഫോർമുല. അവിടെ എന്താണ്? 1 ആണ്. അതേപോലെ r 1/2 ആണ്, n എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a 1 ആണ്, അത് നോക്കണ്ട. അപ്പോൾ 1 മൈനസ് r 1/2 ആണ്, 1/2 റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 അല്ലേ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 അങ്ങോട്ട് മേലെ പോകും. അപ്പോൾ 2 ഇൻറ്റു 1 മൈനസ് 1/32 ദാറ്റ് വിൽ ബി 31/60 എന്ന് കിട്ടാൻ പോകുന്നത്. 31/16. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പോൾ നമുക്ക് ഈ സമ്മ് ഇതെന്താണ്? 31/16 ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ അത് നമ്മൾ അവിടെ കൊടുക്കുക അല്ലേ? അപ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? k ഇൻറ്റു 31/16 ഈക്വൽ ടു 1, അല്ലെങ്കിൽ k എന്താണ്? k ഈസ് ഈക്വൽ ടു 16/31 ആണ്. അപ്പം നമുക്ക് ഈ kൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഓരോ ഇവിടെ k/2. അപ്പോൾ ഇതെന്ത് വരും? k എന്ന് പറഞ്ഞാൽ എന്താണ്? 16/31. k/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 8/31 വരും അല്ലേ? k/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 4/31 വരും അല്ലേടാ? പിന്നെ k/8 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2/31 വരും അല്ലേ? k/60 എന്ന് പറയുമ്പോൾ 1/31 വരും. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വരെ എന്താണ്? 1 ആയിരിക്കും. കാരണം 16 4 20 28 to 31/31 1 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് നമുക്ക് അങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ kൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ CDF ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,